ഗുരുപ്രിയ ടിവിയുടെ വ്യക്തിയും വ്യക്തിത്വങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ഓഫ് സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയന്റെ വി അനിൽകുമാർ സാറാണ്. അപ്പൊ സാറിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ സർ. സർ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും ഇന്ത്യൻ റെയിൽവേന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ? ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സിസ്റ്റമാണ്. അത് ഇന്ത്യൻ റെയിൽവേ സിസ്റ്റമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിസ്റ്റത്തിനുപരി ഇത്രയധികം പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുന്ന ഇത്രയധികം ഫ്ലൈറ്റ് കൊണ്ടുപോകുന്ന വലിയ സിസ്റ്റമാണ്. ആ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇന്ത്യൻ റെയിൽവേ സജ്ജമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ റെയിൽവേയിലെ പിന്നെ ഈ റെയിൽപാളം പോകുന്ന റെയിൽവേ സ്റ്റേഷൻ വയ്ക്കുമ്പോൾ അവര് ഇതെല്ലാം കെട്ടി ആൾക്കാരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇത് റെന്റഡ് വല്ലതും ആയിരിക്കുന്നതാണ്. ഇത് സ്വന്തമായിട്ട് ഭൂമി വാങ്ങി ആ ഭൂമിയിൽ തന്നെ റെയിൽപാളങ്ങൾ ഇട്ട് ട്രെയിൻ ഓടിക്കുകയാണ് ചെയ്യും. അത് ഇന്ത്യയുടെ വരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് കൂട്ടുകയാണ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതൊരു സംസ്കാരമാണ്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന സംസ്കാരം ആൾക്കാർക്ക് സാധനങ്ങൾ കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്ന ഒരു ഉപാധി എന്നുള്ളതിലുപരി പല രീതിയിലുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണല്ലോ ഇന്ത്യ. അപ്പൊ ആ സംസ്ഥാനങ്ങളുടെ കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുമിപ്പിക്കുന്നതിന് വലിയ സഹായമാണ്. അതുപോലെ തന്നെ ഭാഷ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, സംസ്കാരങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഒരു സംസ്കാരം മാത്രമാണ്. അതുകൊണ്ട് ലാഭത്തിന് വേണ്ടി മാത്രം ഒരുപാട് കൺസെഷനുകൾ ഈ പാസഞ്ചേഴ്സിന് ലഭിക്കുന്നുണ്ട് ഇത് മുഖാന്തരം. കാരണം ഇത് ഒരു പിന്നെ യഥാർത്ഥത്തിൽ ഇത് പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ ഒന്ന് തന്നെയാണ്. സർ, അപ്പൊ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എത്രത്തോളം സുരക്ഷിതരാണ്, അല്ലെങ്കിൽ അവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ? ഇപ്പൊ റീസെന്റ് നമുക്കുണ്ടായ ഇഷ്യൂ ആണ് TTR വിനോദ് കൊല്ലപ്പെട്ട ഒരു സംഭവം. അപ്പം അത്രത്തോളം സുരക്ഷിതരാണോ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ്? സുരക്ഷിതര് അല്ലെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണല്ലോ നമ്മുടെ സഹപ്രവർത്തകൻ വിനോദിന്റെ ദാരുണമായ അന്ത്യം. അത് തീർത്തും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അദ്ദേഹം ഒരു സാധാരണ TTR, നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അങ്ങനെ തള്ളിയാനൊന്നും വീഴുന്ന ഒരാളല്ല. അപ്പൊ ആ ഇൻസിഡന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. അറിയില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് പുള്ളി ടിക്കറ്റ് ചോദിച്ചു യൂഷ്വലി. അപ്പൊ അതിന്റെ പേരിലുള്ള ഒരു തർക്കോ എന്തോ അങ്ങനെയാണ്. അത് അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. ഏകദേശം അത് ശരിയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട്, അവരുടെ സീറ്റ് ഉറപ്പാക്കാനായിട്ടും എല്ലാം TTR അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അയാൾ ആ കൃത്യനിർവഹണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ടിക്കറ്റ് ഇല്ലാത്ത മദ്യപിച്ച് ഇരിക്കുന്ന ഒരാൾ അവിടെ പാസഞ്ചേഴ്സൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാണുന്നത് അദ്ദേഹത്തിന് ടിക്കറ്റ് ചോദിക്കുന്നു, അദ്ദേഹത്തിന് ടിക്കറ്റ് ഇല്ലെന്ന് പറയും. ടിക്കറ്റ് ഇല്ലാത്തൊരു പാസഞ്ചറെ പിന്നെ എന്താണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നുള്ളതിന് റെയിൽവേയിൽ വിശ്വസിക്കുന്ന കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമപ്രകാരം അദ്ദേഹം അത് വൈകടയ്ക്കാൻ പറയുന്നു. അതിന് അയാൾ മുതിരുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടുന്നതിന് മുമ്പായിട്ട് തന്നെ പോലീസിനെ ആരോപണം. കാരണം അദ്ദേഹം ട്രെയിനകത്ത് വന്ന ആളാണ്. അപ്പൊ അതിന് പോലീസിനെ അറിയിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പാലക്കാട് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നു. ആ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ മാറ്റി സ്ഥലത്തോട്ട് നിർത്തി വളരെ മാന്യമായിട്ട് സംസാരിക്കും. ഭാഷയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വിനോദ ഹിന്ദി തലവരെ സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. അപ്പം ആരെ നിൽക്കാൻ പറയുന്നു. അപ്പൊ അതിന് കൂടെയുള്ള പാസഞ്ചേഴ്സ് എല്ലാം തന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗവും ആ ട്രെയിനിൽ ഈ പിന്നെ നോർത്ത് ഇന്ത്യൻ ബാബ്രയിലേക്ക് പോകുന്ന ട്രെയിനാണ്, പാറ്റ്ന ആ ഭാഗത്ത് പോകുന്നത്. അപ്പൊ അതെല്ലാം ഹിന്ദി മേഖലയിലുള്ള സൗകര്യങ്ങളാണ് അതിൽ കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പൊ ഇവര് മാറ്റി നിർത്തിയപ്പോഴത്തേക്ക് ഈ ഒരു ഫോൺ വന്നത് എടുത്ത് പുള്ളി ഇതിൽ അവയർ അല്ലായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അപ്പോഴാണ് തള്ളിയിരുന്നത്. ആള് താഴെ പോകുന്നു. താഴെ പോയിട്ടും അവിടെ ഒരു 90-100 കിലോമീറ്റർ സ്പീഡിലാണ് അവിടെ വാഹനം പോകുന്നത്. അപ്പൊ വീട് കഴിഞ്ഞ് വീണ്ടും ആരും ചെയ്തില്ല.
അപ്പൊ ഈ ഇൻസിഡന്റ് കണ്ടവരെന്ന് പറയുന്നത് ഒരു വെണ്ടറോ മറ്റോ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ അടുത്തിരുന്ന പാസഞ്ചർ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും ചെയ്യില്ല. അവര് പോലീസിനെയൊക്കെ അറിയിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴത്തേക്ക് ഇത് ഡബിൾ ലൈനാണ് അവിടെ. ട്രാക്കിലേക്ക് വീഴുമ്പോഴത്തേക്ക് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ട്രെയിൻ അതിന് ട്രാക്കിൽ വീണപ്പോൾ തന്നെ മരണം സംഭവിച്ചോണ്ട് അറിയത്തില്ല. മറ്റൊരു ട്രെയിൻ വന്ന് വീട്ടുമതി അതാണ് വളരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ ഡെഡ് ബോഡി കാണാനിടയായത്. അപ്പൊ ഇത് ഒരു TT-യുടെ ഒരു സംഭവം എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്ന TT സംഭവിച്ചു. യഥാർത്ഥത്തിൽ ഇതിനേക്കാളും മോശപ്പെട്ട അവസ്ഥകൾ മറ്റ് കാറ്റഗറിയിലും ഉണ്ട്. TT-മാരിൽ തന്നെ പ്രധാനമായിട്ട് ഈ സ്ത്രീ ജീവനക്കാരാണ്. 30% പേര് സ്ത്രീ ജീവനക്കാരാണ്. അപ്പൊ രാത്രി കാലങ്ങളിൽ അവരും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരെ ഉപദ്രവിക്കും. അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ നേരത്തെയൊക്കെ ആണെങ്കിൽ 2-3 കോച്ചിൽ ഒരു TT കാണും. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഇവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവര് വിളിച്ചു പറയുമ്പോൾ അടുത്ത കോച്ചിന് ആ TT-ക്ക് വന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ആ അനാശാസം കാണിക്കുന്ന ആളിനെ തടയിടാനായിട്ട് പറ്റും. ഇപ്പൊ എന്ന് വെച്ചാല് ഇന്ത്യൻ റെയിൽവേ ആളുകളെ കുറച്ചു, ജോലിക്കാരെ കുറയ്ക്കുകയും ട്രെയിൻ കൂട്ടുകയും ചെയ്തു. അപ്പൊ ആനുപാതികമായിട്ട് 3 കോച്ച് നോക്കേണ്ട ഒരാൾ 6, 7, 8 കോച്ച് മാൻ ചെയ്യേണ്ടി വരും. അപ്പൊ ചില ട്രെയിനുകൾ മൊത്തമായിട്ട് ഒരു ട്രെയിൻ മൊത്തം ഒരു ട്രെയിൻ നോക്കേണ്ടതാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തി ഈ ക്രൈം ചെയ്ത കുറ്റം ചെയ്ത ആ വ്യക്തിയെ സൈഡിലേക്ക് ചെയ്തിട്ട് നീ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്നു പറഞ്ഞിട്ട് ഈ TT പോകാനൊക്കില്ല. പലരും ചോദിക്കുന്നുണ്ട് TT-ക്ക് കളഞ്ഞാൽ പോരായിരുന്ന എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാനൊക്കത്തില്ല. ഇദ്ദേഹത്തിനും മറികടന്ന് അയാളെ ഒരറ്റത്ത് ഒതുക്കി നിർത്തിയിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെ കൗണ്ടർ ചെക്ക് ഉണ്ട്, വിജിലൻസുകാർ വരും, അവിടെ CBI വരും. അവരൊക്കെ വന്ന് കൗണ്ടർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? അൺഓതറൈസ്ഡ് ഒരാളിരിക്കും. അപ്പൊ TT അനധികൃതമായിട്ട് ഇയാളെ ട്രാവൽ ചെയ്യിപ്പിക്കുന്നുള്ള കുറ്റം നിർത്തി അയാൾക്ക് പണിഷ്മെന്റ് കിട്ടും. അപ്പൊ ഇത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് TT വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സുരക്ഷയെ കുറിച്ചാണ് സഹോദരി ചോദിച്ചത്. സുരക്ഷ എന്ന് പറയുന്നത് തീർത്തും ഇല്ലെന്ന് തന്നെ പറയാം. സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ റെയിൽവേ ഫോഴ്സ്, GRP, ഗവൺമെന്റ് റെയിൽവേ പോലീസ്, RPF 2 സംവിധാനങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കാൻ പറ്റുന്നില്ല. ഒരു ട്രെയിനിൽ 1-2 പേര് ഉണ്ടാകും, 1-2-3 പേരുണ്ട്. എത്ര കോച്ചസ് ഉണ്ട്? 24 കോച്ചസ് ഉണ്ട്. പിന്നെ അതിൽ അൺറിസർവ്ഡ് കോച്ച് കട്ട് കോച്ചാണ്. പിന്നെ വെസ്റ്റ് കൂടെ അല്ല, അവിടെ പോകാനൊക്കെ അവര് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കും, എന്തെങ്കിലും അറിയിക്കാം. അപ്പം അവരെ കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്ന് വെച്ചാൽ മൊബൈൽ ഫോണേ ഉള്ളൂ. അതെടുത്ത് വിളിക്കുമ്പോഴത്തേക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പം അതിങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം റെയിൽവേ കൊണ്ടുവന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ദുര്യോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതെ, ഇത് എനിക്ക് തോന്നുന്ന ഒരു മെസ്സേജ് തന്നെ ആയിരിക്കും റെയിൽവേക്ക്. കാരണം ഇനിയും അല്ലെങ്കിൽ ഇതിനൊരു തടയിട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് TT കാറ്റഗറിയിൽ സംഭവിച്ച നമ്മുടെ സഹോദരനെ സംഭവിച്ചത് ഇങ്ങനെ. ഇതിനകത്ത് നമ്മൾ എത്രയോ നിങ്ങളുടെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഗേറ്റിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ് ഇപ്പോൾ കൂടുതൽ. അവർക്ക് സ്വൈരമായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. രാത്രി കാലങ്ങളിൽ പിന്നെ മദ്യപാനികൾ അല്ലെങ്കിൽ വേറെ മറ്റുള്ള അനാശാസ്ത്ര പ്രവർത്തനം ചെയ്യുന്നവർ വന്ന് ഗേറ്റ് ലോഡിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ദൂരെയായിരിക്കുമല്ലോ ഗേറ്റുകൾ. അപ്പൊ ആ ഗേറ്റുകളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ലൈനുകൾ ഉണ്ടെങ്കിലും വാർത്തരാത്രി വന്ന ഒരാൾ വന്ന് ഇടപെട്ട് മോശപ്പെട്ട ചെയ്തിട്ട് എത്ര പെൺകുട്ടികളെ ആക്രമിച്ചിരിക്കുന്നു, എത്ര പേരെ ബലാത്കാരം പിടിച്ചിരിക്കുന്നു, അവരൊക്കെ ജീവനം കൊണ്ട് ഓടിയിട്ടുണ്ട്. ആ ഇൻസിഡന്റും ആ കേസുകളും എല്ലാം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് ഇപ്പൊ ആ കുട്ടികൾ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ഭർത്താവിനെ കൊണ്ടുവരും, മക്കളെയും കൊണ്ടുവന്നിട്ട് അവര് കിടക്കുന്നത്, എന്നിട്ട് മുളവടി സ്പ്രേ കൊണ്ട് കിടക്കും. അവർ സ്വയമായിട്ട് തന്നെ രക്ഷപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഈ സിസ്റ്റം എന്ന് പറയുന്ന ഇതൊരു വലിയ സിസ്റ്റമാണ്. അത് നമ്മളെല്ലാം അംഗീകരിക്കണം. പിന്നെ അടച്ചിട്ട് എല്ലാ സ്റ്റേഷനെല്ലാം അടച്ച് ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല
നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് പെട്ടെന്ന് ഇത്രയും ഒരു നൂറുകണക്ക് കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് അവരെ ഏക യാത്രാ വിനിമയമായ ഇതിനകത്ത് അങ്ങനെ ചെയ്യാനൊക്കെ വലിയ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അത് ചെയ്യാറുണ്ട്. ടിക്കറ്റ് എടുക്കാൻ അതിനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും ടിക്കറ്റ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ടിക്കറ്റ് ഹോൾഡർ ആണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി അകത്തോട്ട് വിടത്തക്ക ഒരു സംവിധാനങ്ങളൊക്കെ ഒരു പരിധി വരെ ചെയ്യാൻ പറ്റും. പിന്നെ റെയിൽവേയുടെ നിയമമുണ്ട്, ഇന്ത്യൻ റെയിൽവേ ആക്ട് പ്രകാരം മദ്യപിച്ചിട്ട് മറ്റ് മയക്കുമരുന്നുകൾ കഴിച്ചിട്ട് പിന്നെ റെയിൽവേ പ്രൈവസിൽ നമ്മുടെ റെയിൽവേ അപ്പൊ റെയിൽവേ പ്രൈവസിനകത്ത് കയറാൻ യാതൊരു രീതിയിലും അധികാരമില്ലാത്തവർ അകത്ത് കയറുന്നത് എങ്ങനെ? അപ്പൊ അവര് തടയിടേണ്ടത് നമ്മുടെ പിന്നെ റെയിൽവേ അധികൃതരുടെ ഇതാണ്. ഇപ്പൊ നമ്മുടെ അംഗീകൃത യൂണിയൻ എന്നുള്ള നിലയിൽ ചെറിയ മസ്ദൂർ യൂണിയൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ARF എന്ന് പറയും, ഓൾ ഇന്ത്യ റെയിൽവേ ഇൻസ്പെക്ടറേഷൻ. നമുക്ക് ഇന്ത്യയിലെ എല്ലാ സോണുകളിലും അംഗീകാരമുള്ള പറയുന്നതാണ്. അപ്പൊ നമ്മുടെ നേതാക്കന്മാർ ഈ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് എപ്പോഴും ചർച്ചയിലും കാര്യങ്ങളുമാണ്, റെയിൽവേ മിനിസ്റ്ററുമായിട്ട്, പിന്നെ അതത് റെയിൽവേ ഡിവിഷണൽ മാനേജറുമായിട്ട് അതത് സ്ഥലങ്ങളിൽ അതത് ഡിവിഷനിലുള്ള പിന്നെ നമ്മുടെ നേതാക്കന്മാർ അവരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതിലുള്ള കാര്യങ്ങൾ തുടക്കത്തിലൊക്കെ ഒരു സൗമ്യയുടെ വിഷയം വന്നിട്ടുണ്ട്. ആ വിഷയം വന്ന് അതിന്റെ ഒരു ആ കുറച്ചു കാലം അതല്ലെങ്കിലും അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിന്റെ കുറച്ചു കാലം അതുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കും. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ അത് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ ഇതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ ഇതിന് പ്രാധാന്യമുണ്ട്. ഇതിനൊരു ഒരു പരിധി വരെ തകരുന്നത് ഞാൻ ആസ് എ റേഡിയോണിസ്റ്റ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ജോലി ഭാരം കുറയ്ക്കണം, ജീവനക്കാരുടെ ജോലി ഭാരം കുറയ്ക്കണം, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു TT ഒരു വൈറ്റ് കോളർ ജോബാണ്. അയാളുടെ സ്ഥലത്ത് നിന്ന് കയറി കഴിഞ്ഞിട്ട് 8 മണിക്കൂർ 9 മണിക്കൂർ 10 മണിക്കൂർ ചെന്ന് അവർക്ക് രജിസ്ട്രേഷൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റ് റൂമിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഫാൻ കാണത്തില്ല, അല്ലെങ്കിൽ ബെഡ് കാണത്തില്ല. അടുത്ത ട്രെയിനിൽ വന്നിട്ടുള്ള ആ ലിസ്റ്റ് ഒക്കെ സ്ത്രീ ജീവനക്കാർ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് പിന്നെ റെസ്റ്റ് റൂമിലെല്ലാം അത്രയധികം സെക്യൂർ അല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ട്രാക്കിൽ പണിയെടുക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ട്രാക്കിൽ പണിയെടുക്കുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അവരാണ് യഥാർത്ഥത്തിൽ ഈ ട്രെയിൻ പഴം തെറ്റാതെ അത് നമ്മുടെ ജീവൻ കറക്റ്റ് സ്ഥലത്തെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് അവരെ കണ്ടു. രാവുന്നില്ല പകലുന്നില്ല, അവര് നടക്കുകയാണ്. ഓരോ ചെറിയ പാടുന്ന ചെറിയ നട്ട് പോലും അവർ നോക്കിപ്പോ കണ്ടിട്ടില്ലേ? സഞ്ചിയൊക്കെ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് അവരെ ഉപദ്രവിക്കുന്നു. ഇത് സർവ്വതാ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഗവൺമെന്റ് അല്ലെങ്കിൽ അധികാരികൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഈ വസ്തുതകൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് ഒരു ഇരട്ടത്താപ്പ് നയം നടത്തുക. കാരണം അത് ചെയ്യുമ്പോൾ അതിന് ചെലവ് വരും. അവർക്ക് അങ്ങനെ ചെലവ് ചെയ്ത് ഉള്ളവരെ വെച്ച് ഓടിക്കുക, മാക്സിമം ഏൺ ചെയ്യുക. ഈ യാത്രക്കാരെ എല്ലാം കൊണ്ടെത്തിക്കുന്നത് പിന്നെ ഫ്ലൈറ്റ് ചാർജിങ് ഇതെല്ലാം വരുമാനമല്ലേ. റെയിൽവേക്ക് നഷ്ടമൊന്നുമില്ല, റെയിൽവേക്ക് നഷ്ടം വരത്തില്ല. റെയിൽവേ നഷ്ടം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതെങ്ങനെ നഷ്ടം വരാൻ പറ്റുക? അപ്പൊ അത് ആ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം സുരക്ഷയ്ക്ക് വേണ്ടിയും അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയും ചെലവഴിക്കുക. പിന്നെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക. 20 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു, അത് 17 ആയി, ഇപ്പൊ 14 ആയി. ഇനി 2 വർഷം 3 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 4 ലക്ഷം ആക്കണമെന്നാണ് ഇപ്പോഴത്തെ സർക്കാർ വെട്ടിച്ചുരുക്കുന്ന. ഇതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യുന്നു. റെയിൽവേ കംപ്ലീറ്റ് പ്രൈവറ്റൈസ് ചെയ്യും. നിങ്ങൾ പറഞ്ഞില്ലേ 4 ട്രെയിനുകൾ കൊടുത്തു, നോർത്ത് ഇന്ത്യയിൽ 4 ട്രെയിനുകൾ പ്രൈവറ്റ് പ്ലെയേഴ്സിന് കൊടുത്തു. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ സ്വന്തമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ സ്വന്തമായിട്ടുള്ളത്. എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റിയിലും എല്ലാ സിറ്റിയിലും ഏറ്റവും അധികം ലാൻഡ് ഓർഡർ ഇന്ത്യൻ റെയിൽവേ. ആ ലാൻഡുകളെല്ലാം ഇപ്പൊ പ്രൈവറ്റ് പ്ലെയേഴ്സിന് കൊടുക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കുകയും വണ്ടിയുടെ അകത്തുള്ള ഈവൻ ബെഡ്റൂംസ് എല്ലാം പ്രൈവറ്റൈസ് ചെയ്യും.
നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാം റെയിൽവേക്കാരല്ല. അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പ്രൈവറ്റൈസ് ചെയ്യുന്നത് ആഗോളതലത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസമാണ്, ആയിക്കോട്ടെ. പക്ഷെ സുരക്ഷയ്ക്ക് ഉറപ്പുവരുത്തക്ക രീതിയിലുള്ളതിൽ കൈവയ്ക്കരുത്. തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സിഗ്നലിങ് എന്ത് ചെയ്യുമ്പോൾ മറ്റൊരാളുടെ കൊണ്ട് ചെയ്യുന്നുണ്ടാക്കും. ട്രാക്ക് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ട്രാക്കിന് പണിയെടുക്കാൻ ഇപ്പോൾ നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോഴത്തേക്ക് നൈറ്റ് പെട്രോളിങ്ങിന് നമ്മുടെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം ഒരാളിനെ കൂടാ അവർ വിട്ടുന്നു. ഒരാളിനെ കൂടെ ഇവിടെ ആളില്ല. അതിനെന്ത് ചെയ്യും? കോൺട്രാക്ട് ബേസിലുള്ള ഒരാളിനെ വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടം മനസ്സിലാക്കി, അയാൾ ഡയറക്റ്റ് വന്ന് നേരെ പഠിക്കുകയാണ്. അയാൾക്ക് യാതൊരു രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ല. സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ TT കാറ്റഗറി വന്ന ആളാണ്. ഞാൻ TTയിൽ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്നെ കൊച്ചിയിൽ പറഞ്ഞു വിട്ട് 5-6 മാസം അവിടെ കിടന്ന് എന്താണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്നോ അതിന്റെ നിയമങ്ങളെല്ലാം അവിടെ പഠിപ്പിക്കും. പഠിപ്പിച്ച് അതിനുശേഷം വരുന്നത് ഇത് ട്രാക്ക് എന്ന് പറഞ്ഞ പ്രധാന ഒരു സ്ഥലത്ത് ഡയറക്റ്റ് ആളിനെ വിളിച്ച് പണിയെടുപ്പിക്കുകയാണ്. അപ്പം ഒരു ട്രെയിൻ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചില്ല 2 സ്ഥലത്തും ഇത് അറിയിക്കണം. രാത്രി ഓടി അപ്പുറവും ഇപ്പുറവും പോകണം. പക്ഷെ മറ്റേയാൾ എങ്ങാട്ടോടും മറ്റേയാൾ എന്തറിയാൻ പറ്റും? അപ്പൊ ഒരു ഉപയോഗവും ഇല്ല. അപ്പൊ നമ്മൾ പറയുന്നത് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് പിന്നെ ജീവനക്കാരെ നിലനിർത്തിക്കൊണ്ട്. കാരണം ഈ ജീവനക്കാരെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ എയർ ഇന്ത്യയിലെ ജീവനക്കാരെ പിരിച്ചുവിട്ട, BSNL പിരിച്ചുവിട്ട, എല്ലാ മേഖലകളിലും ജീവനക്കാരെ പിരിച്ചുവിടണം. ആയിക്കോട്ടെ, ജീവനക്കാരെ പിരിച്ചുവിട്ടാൽ അവരുടെ സെക്യൂരിറ്റി, അവര് പിന്നെ എങ്ങനെ ജീവിക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇത് പറയും. അവർക്ക് അത് കൊടുക്കും, മൊത്തമായിട്ട് പൈസ കൊടുക്കും. പക്ഷെ എല്ലാം കൊടുത്തിട്ടില്ല. BSNL കാര്യമൊക്കെ നോക്കണം, ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. ശരിക്കും നമ്മൾ ഉള്ളിലോട്ട് പോയി നോക്കുമ്പോഴാണ് യഥാർത്ഥ ചിത്രം നമുക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. TT കാറ്റഗറി എന്ന് പറഞ്ഞ വൈക്കോളർ ജോബാണ്. അവർ വളരെ വലിയ രീതിയിൽ ജോലി ചെയ്യുന്ന, പക്ഷേ ചെറിയ മാനസിക സംഘർഷത്തിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമില്ല. ഭയങ്കര മാനസിക സംഘർഷമാണ്. ഏതൊരു ചെറിയ എറർ പറ്റിയാൽ മതി, അതിന് അയാളെ പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് മാനേജ്മെന്റ് താല്പര്യമുണ്ട്. അവനെ സംരക്ഷിക്കുന്നതിന് താല്പര്യമില്ല. ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ TTമാരുടെ ജോബൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സുഖമാണ്, വൈറ്റ് കോളർ ജോബാണ് എന്നൊക്കെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ധാരണ. പക്ഷെ അതിനുള്ളിൽ ഇത്രയും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അവർ അനുഭവിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. സർ, അങ്ങൊരു എന്താ പറയാ സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ സ്പോർട്സിലൂടെ തന്നെയായിരുന്നോ ഈ ഒരു TT ജോബിലേക്ക് വന്നത്? തീർച്ചയായിട്ടും. ഞാൻ ബേസിക്കലി വോളിബോൾ പ്ലെയർ ആയിരുന്നു. അപ്പൊ വളരെ ചെറിയ നാൾ തൊട്ടേ വോളിബോൾ കളിക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ തന്നെയാണ് കളിച്ചത്. കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ അതിൽ നേട്ടങ്ങൾ ഉണ്ടായി. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റെയിൽവേയിൽ ഇങ്ങനെ സെലക്ഷൻ ട്രയൽസ് നടത്തുന്നത് പറഞ്ഞത്. അപ്പോൾ അവർ വിളിച്ചായിരുന്നു. അത് യഥാർത്ഥത്തിലൂടെ എത്താനുള്ള പ്രധാന കാരണം ഒരു 1984 ഹിസാർ നാഷണൽസ്, സീനിയർ നാഷണൽസിൽ ഞാനന്ന് ഇന്ത്യൻ PNTക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബോസ്റ്റൺ ടെലഗ്രാഫാണ്, PNT ആണ്. അപ്പോൾ അതിൽ എനിക്ക് ഇന്ത്യൻ PNT ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ നാഷണൽസ് നമ്മൾ റെയിൽവേയായിട്ട് അവിടെ വെച്ച് കളിക്കാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ വെച്ചാണ് റെയിൽവേയിലായിട്ട് ഉള്ള ഒരു ഓഫർ പോലെ ഉണ്ടായത്. അങ്ങനെ ആ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുത്ത് ചെന്നൈയിൽ അങ്ങനെ ജോലി കിട്ടി. TT ആയിട്ട് ഞാൻ പിന്നെ സ്ക്വാഡിലായിരുന്നു കൂടുതൽ. സ്ക്വാഡ് TTസിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല. അയാൾ ഇതിൽ കൗണ്ടർ ചെക്ക് ചെയ്യുന്ന ആളാണ്. TTമാരുടെ കയ്യിൽ നിന്ന് സ്ലിപ്പാകുന്നവരുണ്ടോ, പിന്നെ കൂടുതലും പിന്നെ ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ചെയ്യുന്നതെല്ലാം സ്ക്വാഡ് TTs സ്ക്വാഡിലായിരുന്നു. ഞാൻ TT കാറ്റഗറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ട്രേഡ് യൂണിയനിൽ 93-94 തൊട്ട് ട്രേഡ് യൂണിയൻ, ഇതേ ട്രേഡ് യൂണിയൻ, സദൈൻ ട്രേഡ് യൂണിയൻ ചെറിയ സ്ഥാനങ്ങളായിരുന്ന തുടക്കത്തിൽ. പിന്നെ അതിൽ നിന്ന് വന്നു ഇപ്പൊ ഏകദേശം 30-31 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി തുടങ്ങി. സർ, ഈ തിരക്കിനിടയിലും സർ ശിവഗിരി
ഒരു സ്ഥിരം ആളാണ്, അല്ലെങ്കിൽ തീർത്ഥാടകനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ മറ്റു മേഖലകൾ എന്തൊക്കെയാണ് ഇപ്പൊ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്? ശിവഗിരിയെ സംബന്ധിച്ച് നമ്മള് ഈ പ്രാണവായു എന്നൊക്കെ പറയുന്നത് അതാണ്. ശ്രീ ഗുരുദേവന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ അത് ഏകദേശം ഒക്കെ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ അച്ഛൻ ഗുരുദേവനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. 24-25 വയസ്സ് വരെ അച്ഛൻ ഗുരുദേവനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഈ കൊച്ചുനാളിൽ തന്നെ നമുക്ക് ഒരു ശാശ്വത സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു, മരണപ്പെട്ടു സ്വാമി. അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പായിരുന്നു, അച്ഛനുമായിട്ട് അടുപ്പായിരുന്നു. അങ്ങനെ വീട്ടുമായിട്ടൊന്നും നമ്മൾ അടുപ്പായത്. ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തീർത്ഥാടന കാലഘട്ടങ്ങളിൽ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കൺവീനറായിട്ടും ചെയർമാനും കൺവീനറായിട്ടും ഒരുപാട് നാളുകൾ ഉണ്ടായിരുന്നു. അത് വളരെ നമ്മളെ കൊണ്ട് കഴിവ്, അവിടെ ഒന്നും ചെയ്യാനില്ല, എല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളെല്ലാം നടന്നു പോകും. അപ്പോൾ അതിൽ വളരെ സജീവമായിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും പിന്നെ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങൾക്ക് കോവിഡ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് തീർത്ഥാടനന്മാരെ വിളിച്ചു. അതിന് കോവിഡിന് തൊട്ട് മുമ്പ് നമുക്ക് തീർത്ഥാടന വേളയിൽ ഇത് ഒരിക്കലും നമുക്കൊരു ഞാനൂർ റെയിൽവേയിലല്ലേ ഒരു ട്രെയിൻ സർവീസ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടകർക്ക് സൗകര്യമായിട്ട് ശിവഗിരിയുടെ ഇതിലേക്ക് മാത്രം വരുന്ന ഒരു ട്രെയിനിന് ഒരു കോൺസെപ്റ്റ് ഞാനിങ്ങനെ അന്നത്തെ മഠാധിപതിയായിരുന്ന വിശുദ്ധാനന്ദ സ്വാമി ഞാൻ പറഞ്ഞ സമയം ഇങ്ങനെ ഒരു ചാൻസസ് ഉണ്ട്. അപ്പം അന്ന് എനിക്കൊരു അഡീഷണൽ ജോബ് കൂടെ റെയിൽവേ തന്നിരുന്നത്, അതായത് ചീഫ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ജോബ്. അപ്പം അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥ ട്രേഡ് യൂണിയന് നേരെ വിപരീതമായിട്ടുള്ളൊരു പോസ്റ്റാണ്. ഇവന്തോ നമ്മൾക്ക് അത് എടുത്തല്ലേ പറ്റത്തുള്ളൂ. അപ്പം അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞ് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പറയാം ശിവഗിരി തീർത്ഥാടനത്തിന് എറണാകുളത്തു നിന്ന് യഥാർത്ഥ ട്രെയിനിന്, പക്ഷെ കോട്ടയം ടു ട്രിവാൻഡ്രം ആൻഡ് ബാക്ക് 3 ദിവസം. അത് തീർത്ഥാടകർക്ക് പിന്നെ അത് ശിവഗിരി പിന്നെ തീർത്ഥാടന ട്രെയിൻ എന്നുള്ള പേരും ഒക്കെ ആയിട്ട് അങ്ങനെ ഓടിക്കാനായിട്ട് അത് ഒരൊറ്റ വർഷമേ അത് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് 2019 നിൽക്കുന്നത്, കോവിഡിന് തൊട്ട് മുമ്പുള്ള വർഷം തോന്നുന്നു. അപ്പം 18-19 അങ്ങനെയുള്ളൊരു ഭാഗ്യം അതിനകത്ത് കിട്ടുകയുണ്ടായി. അതിൽ പങ്കാളിയാവാൻ ഒരു പ്രധാന പങ്ക് വഹിക്കാനായിട്ട് അത് പറ്റി. പിന്നെ ശിവഗിരിയിൽ ഒരു ദിവസം അവിടുത്തെ മഠാധിപതി എൻ്റെ അടുത്ത് പറഞ്ഞു, ശാരദ അമ്മയുടെ പ്രതിഷ്ഠയ്ക്ക് ആയിട്ടനുബന്ധിച്ച് ഉള്ളൊരു പത്രക്കട്ടിങ് കിട്ടിയെന്ന് പറഞ്ഞു. ആ പത്രക്കട്ടിങ്ങിനകത്ത് ഗുരുദേവൻ അന്ന് ഈ ശാരദ പ്രതിഷ്ഠ നടത്തപ്പെടുന്ന തെയ്യവും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും അല്ല അദ്ദേഹം ചെയ്തു. വളരെ വേറെ ലെവലിലുള്ള ആളല്ലേ അദ്ദേഹം. അത് അന്ന് സാംസ്കാരിക സമ്മേളനങ്ങളും സ്പോർട്സും ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് അന്ന് ചെയ്തതെന്നുള്ളത് ആ പേപ്പർ കട്ടിങ്ങിലൊക്കെ ഉണ്ടെന്ന്. അപ്പൊ സ്പോർട്സ് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ തീർത്ഥാടനത്തിന് സ്പോർട്സ് നടത്തിക്കൊണ്ടിരുന്നു. വളരെ നല്ല രീതിയിൽ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ശിവഗിരി തീർത്ഥാടന കപ്പ് എന്ന് പറയുന്നത് ഒരു വോളിബോള്, ഫുട്ബോള്, ബോൾ ബാഡ്മിന്റൺ, കബഡി, ചെസ് അങ്ങനെ തുടങ്ങി നിരവധി മാരത്തോൺ ഓട്ടം ഇതെല്ലാം അത് ഭവിച്ചപ്പെട്ടവരൊക്കെയാണ് അത് വന്നേക്ക് ഉദ്ഘാടനം. അതുപോലെ തന്നെ മറ്റ് സ്പോർട്സുകളെല്ലാം പിന്നെ അതിൻ്റെ കളിക്കാനായിട്ട് വന്നതല്ല ഇന്റർനാഷണൽ താരങ്ങളാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നവരെല്ലാം പിന്നെ ഏഷ്യൻ ഗെയിംസിൽ മെഡലിസ്റ്റുകൾ, അർജുന അവാർഡുകൾ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അണിനിരത്തി ആ ഒരു സംഭവം നടത്താനായിട്ടുള്ള പല്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശിവഗിരിയിൽ സ്വന്തമായിട്ടൊരു പോസ്റ്റ് ഓഫീസ് ഇല്ലായിരുന്നു. അത് കാരണം മെയിൻ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുനിന്ന് ദൂരപരിധിയിൽ ശിവഗിരി വരുന്നത് കൊണ്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് കുറവായിരുന്നു. അപ്പൊ അത് പിന്നെ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് മാസ്റ്റർ കണ്ടത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വൈഫായിരുന്നു. അപ്പൊ അങ്ങനെ സംസാരിച്ചിരുന്നപ്പോ പറഞ്ഞു ഇവര് ആപ്ലിക്കേഷൻ തന്നു നോക്കുക. പറഞ്ഞത് നേരത്തെ ആപ്ലിക്കേഷനെ കിട്ടിയിട്ടുള്ളതാണ്, നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ശിവഗിരി വന്നപ്പോ സ്വാമി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്ത് ബിഗിനിങ്ങിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു സ്വാമി ഏകദേശം പറ്റും, പക്ഷെ ഇപ്പോഴേ ആരും പറയരുത് എന്ന് പറഞ്ഞു. സ്വാമി അത് കേട്ട പാട് കേൾക്കാത്ത പാട് തന്നെ ആ ശാരദാ മഠത്തിന്റെ താഴെ ഒരു റൂം കിട്ടാനായിട്ട് പറഞ്ഞു.
എന്തോ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിക്കാനും പറ്റി. അതിപ്പോഴും അവിടെ റൺ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. ശുഭഗിരിയായിട്ട് ഇപ്പോഴും ശുഭഗിരിയുമായിട്ട് ബന്ധപ്പെട്ട സ്വാമിമാരുമായിട്ടും എല്ലാം. ഇപ്പൊ തീർത്ഥാടനത്തിന് പിന്നെ ഭാരവാഹിയായിട്ട് പോകാനായിട്ടുള്ള സമയം ഇതുകൊണ്ട് പിന്നെ ഇപ്പൊ എന്നെ വിളിക്കാറുമില്ല. അത് കാരണം അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരു മാസം 2-3 പ്രാവശ്യമെങ്കിലും അവിടെ പോകാതിരിക്കുന്നു. ആ സമയത്തോട് സ്വാമിമാരായിട്ടൊക്കെ നല്ല പോകും. അതുപോലെ തന്നെ പിന്നെ SNDP യോഗമായിട്ടും SN ട്രസ്റ്റുമായിട്ടും ഒക്കെ അന്ന് സാക്ഷാനന്ദ സ്വാമി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അന്നത്തെ പിന്നെ യോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനായിട്ടും അവരും ആ രീതിയിൽപ്പെടുന്ന എല്ലാവരുമായിട്ടും വളരെ അടുപ്പമാണ്. അന്നേയുള്ള അടുപ്പം ഇപ്പോഴും കാത്തു സൂക്ഷിക്കാനായിട്ട് ഗുരുദേവന്റെ അനുഗ്രഹമുണ്ട്. അക്കാര്യങ്ങളിലും സജീവമായിട്ട്. പിന്നെ വോളിബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലാ വോളിബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ വോളിബോളിൽ വളർന്നു വരുന്ന കുരുന്നുകൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ടും അതിൻ്റെ സെലക്ഷനും കാര്യങ്ങളെല്ലാം വളരെ ഇമ്പാർഷ്യൻ്റായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യാനായിട്ടും സ്പോർട്സുമായിട്ട് ബന്ധമുള്ളവർ വെച്ച് പോകുമ്പോൾ അത് നന്നായിരിക്കും എന്ന് കരുതിയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഫ്യൂച്ചറുള്ള കുട്ടികളെന്നൊക്കെ നല്ല അറിയാൻ പറ്റും. നമ്മളത്ര കഷ്ടപ്പെട്ടാണ് ഈ സ്പോർട്സിൽ എത്തിയത്. അപ്പം അതിൻ്റെ ഒരു ഭാരവാഹി കൂടിയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. സാർ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ആണ് തന്നിട്ടുള്ളത്. അതായത് നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം എനിക്കൊക്കെ ഈ റെയിൽവേ എന്ന് നമ്മൾ പറയുമ്പം റെയിൽവേ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് റെയിൽവേ സിസ്റ്റം. അത് മാത്രമല്ല നമ്മൾ TT എന്നൊക്കെ പറയുമ്പോൾ വൈറ്റ് കോളർ ജോബാണ്, നല്ല സുഖമായിരിക്കും ജോബ് എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതല്ല, അതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് എന്നൊക്കെ നമ്മൾ ഇന്ന് അറിഞ്ഞു. അപ്പൊ എന്തായാലും നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. ഇത്രയും സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് സർ. നമസ്കാരം. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. ബൈ.